ഹായ് ഹലോ, ഞാനും ഫൈഹയും വീട്ടിലുള്ള എല്ലാവരും കൂടെ വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ആദ്യം പോയത് ചെറുതുരുത്തിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള നീള ബോട്ട് ക്ലബിലേക്കാണ്. ചെറുതുരുത്തിയുടെ പ്രധാന മുഖമുദ്രയായിട്ടുള്ള കലാമണ്ഡലത്തിനെ ഓർമ്മിപ്പിക്കുന്ന കഥകളിയുടെ ശില്പമൊക്കെ ഇവിടെ എൻട്രൻസിൽ നമുക്ക് കാണാൻ കഴിയും. വൈകുന്നേരത്തെ ഇളം കാറ്റൊക്കെ കൊണ്ട് ഇവിടുത്തെ ഈ കവിങ്ങിന്റെ തോപ്പിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വലിയവർക്കൊക്കെ ആടാൻ വേണ്ടിയിട്ട് ഇവിടെ ഊഞ്ഞാലുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇവിടുത്തെ മെയിൻ സ്പോട്ടിലേക്ക് എത്തി. വഞ്ചി സവാരിക്ക് പെർ ഹെഡ് 200 രൂപയും ചവിട്ടുന്ന ബോട്ടിന് പെർ ഹെഡ് 100 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എല്ലാവരും ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറി. സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കുട്ടികളെ കൊണ്ട് എല്ലാ റൈഡ്സും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈഹാക്കാണെങ്കിൽ ഓരോ റൈഡും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ബ്ലൂ കളർ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന സ്ലൈഡാണ്. ഒരുപാട് തവണ അതിൽ അവൾ കയറി കളിക്കുന്നുണ്ടായിരുന്നു. ഊഞ്ഞാലാടാൻ വിളിച്ചിട്ടൊന്നും അവൾ കേട്ടില്ല. അവൾ വീണ്ടും അതിൽ തന്നെ കയറി കളിക്കുകയായിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾ എല്ലാവരും ആ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരേ കളിയായിരുന്നു പാർക്കിൽ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കടവിലേക്ക് പോയി. പാലത്തിലൂടെ ഇടക്കിടക്ക് ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ പുഴ നിറച്ച് ആൾക്കാർ കാറ്റ് കൊള്ളാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങി ഇറങ്ങി. അപ്പോൾ ഫൈഹാണെങ്കിൽ വെള്ളം കണ്ട പൊലിവിൽ അങ്ങനെ ഓടുകയാണ്. പശുവിനെ മേയ്ക്കാനൊക്കെ ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈഹാക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. കുറേ നേരം അവൾ വെള്ളത്തിലും മണലിലൊക്കെ കളിച്ചിരുന്നു. പാലത്തിലൂടെ പോകുന്ന തീവണ്ടിക്കൊക്കെ അവൾ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. പിന്നെ ഒന്നും നോക്കിയാൽ നേരെ കുതിരവണ്ടിയിൽ കയറിയിരുന്നു. കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ടെത്തി.